പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ജെനിസ് മീഡിയയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യാണ്. ഇന്നലെ അപ്രതീക്ഷിതമായി ഞാൻ എറണാകുളം ടൗണിലേക്ക് എത്തി. വർഷങ്ങളാ ഞാൻ അവിടെ ജോലിയും ശുശ്രൂഷയ്ക്ക് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. എറണാകുളത്ത് എത്തിയപ്പം എനിക്കൊരു ആഗ്രഹം നിത്യാരാധന കേന്ദ്രത്തിലേക്ക് ഒന്ന് പോകാൻ വേണ്ടി. അങ്ങനെ നോക്കുമ്പോൾ നിത്യാരാധന കേന്ദ്രത്തിന് ചെല്ലുമ്പോഴേക്കും അത് ലോക്കായിട്ടുണ്ട്. അതിന് ഓപ്പോസിറ്റ് ബസിലിക്ക പള്ളി കണ്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നിയ ഒരു ദിവസമായിരുന്നു. പോലെ ഞാൻ ആ ബസിലിക്ക പള്ളിയുടെ മുന്നിൽ കുറച്ചു നേരം നിന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ സുഹൃത്തുക്കളും നിന്നു. അവിടെ ഞങ്ങൾ ആ ബസിലിക്ക പള്ളിയുടെ ഓപ്പോസിറ്റ് അങ്ങ് മറൈൻ ഡ്രൈവിലേക്ക് കടന്നു വരികയും മറൈൻ ഡ്രൈവിലൂടെ അങ്ങനെ കുറച്ചു നേരം സഞ്ചരിക്കുകയൊക്കെ ചെയ്തു. അപ്പം എനിക്ക് മനസ്സിലായ ഒരു സത്യം എന്ന് വെച്ചെങ്കിൽ, നമുക്കിന്ന് സഭയുടെ കുർബാനയുടെ കർമ്മത്തിന്റെ പേരിൽ ഇന്ന് അവിടെ ബസിലിക്ക പള്ളി അടച്ചിരിക്കുകയാണ്. മാസങ്ങളായി. ഓക്കെ, ക്രിസ്മസ് തുടങ്ങിയത് മാസങ്ങളായി. ഇത്രയും പ്രധാനപ്പെട്ട നഗരത്തിലെ പ്രധാനപ്പെട്ട ഹൈക്കോടതി അല്ലെങ്കിൽ നമ്മുടെ മറൈൻ ഡ്രൈവ് എല്ലാത്തിൻ്റെയും നടുക്കില്, ബ്രോഡ്വേ, ഇതിനൊക്കെ നടുക്കില് സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബസിലിക്ക പള്ളി പൂട്ടിയിരിക്കുകയാണ്. അപ്പുറത്ത് ലാറ്റിൻ പള്ളിയുണ്ട്, ഇപ്പുറത്ത് നമ്മുടെ ബസിലിക്ക പള്ളിയുണ്ട്. ഈ ബസിലിക്ക പള്ളിയില് അനേകം മക്കള് അവിടെ വിശുദ്ധ ബലി അർപ്പിക്കാനും ഒപ്പം തന്നെ ഓപ്പോസിറ്റുള്ള നിത്യാരാധന കേന്ദ്രത്തില് വന്ന് മണിക്കൂറോളം ഇരുന്ന് ശക്തി പ്രാപിക്കുന്നത് ഞാൻ വർഷങ്ങളോളം കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇപ്പോ ആ പള്ളി പൂട്ടിയിരിക്കുകയാണ്. ഞാൻ കുറച്ച് ദിവസങ്ങളായി ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ ഇതിന്റെ കാരണക്കാരൻ ആരാണ്? വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ കാരണക്കാരൻ ആരാണ്? ഇനി മാർപ്പാപ്പയാണോ അതിന്റെ കാരണക്കാര്? ബിഷപ്പാണ് കാരണക്കാര്? ഇല്ലോ എറണാകുളത്തുകാരാണോ? അല്ലെങ്കിൽ സീറോ മലബാർക്കാരാണോ? അല്ലെങ്കിൽ എറണാകുളം ബസിലിക്ക ഇടവക്കാരാണോ? ആരാ അതിന്റെ കാരണക്കാര്? ഞാൻ ഇതിനെക്കുറിച്ച് കാര്യമായി ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനൊരു സന്ദേശം തരികയാണ്. ഈ എറണാകുളം സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് മാസ് ഗ്രൂപ്പുകളുള്ളത്. അമ്മേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബ്ലാക്ക് മാസ് ഗ്രൂപ്പുകള് അവർ ബ്ലാക്ക് മാസ് നടത്തുന്നത് ഏറ്റവും കൂടുതൽ നടത്തുന്നത് എനിക്ക് തോന്നുന്നതല്ല, അതിന്റെ സ്റ്റഡി മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, കപ്പലിനുള്ളിൽ വെച്ചിട്ടാണ്. ആമേൻ, ഹല്ലേലൂയ. വിദേശ കപ്പലുകളിൽ കടന്നു വരുമ്പോൾ ആ വിദേശ കപ്പലിനുള്ളിലാണ് ബ്ലാക്ക് മാസ്, സാത്താൻ വർഷിപ്പ് ആരാധന അവിടെ നടത്താറുണ്ട്. നമ്മൾ പലപ്പോഴും വിദേശ കപ്പലുകളൊക്കെ വരുമ്പോൾ അവർ ചുമ്മാ വിസിറ്റിംഗ് മാത്രമല്ല, നമ്മളെ സ്വദേശികളും കൂട്ടിക്കൊണ്ട് അവിടെ ബ്ലാക്ക് മാസുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ കപ്പലുകളിൽ മാത്രമല്ല, ആഡംബര ബോട്ടുകളിലും ഈ ബ്ലാക്ക് മാസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ ബ്ലാക്ക് മാസ് നടത്തേണ്ട കാരണം എന്താ? പ്രത്യേകിച്ച് ക്രിസ്ത്യൻസ് ഏറ്റവും കൂടുതൽ ശക്തമായ കേന്ദ്രം ലാറ്റിനും സീറോ മലബാറും എല്ലാവരും ഒരുമിച്ച് വ്യത്യസ്ത ജില്ലകളിൽ നിന്നും വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുള്ളവരും എല്ലാവരും ഒരുമിച്ച് നിന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആ കൊച്ചി നഗരത്തെ, മിനി ബോംബെയെ, പ്രത്യേകിച്ച് ക്രൈസ്തവയോടെ അത് ഇല്ലാതാക്കി മാറ്റണം. ക്രിസ്ത്യാനികളെ അവിടുന്ന് ഇല്ലാതാക്കി മാറ്റണം. അവിടെ യേശു ക്രിസ്തുവിനെ അവിടെ വിശുദ്ധ ബലിയിലൂടെ അനേകായിരങ്ങള് ലക്ഷ്യത്തിലേക്ക്, ക്രിസ്തുവിലേക്ക് അല്ലെങ്കിൽ രക്ഷയുടെ മാർഗത്തിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്യത്തെ ഇല്ലാതാക്കി മാറ്റണം. ഈ ഒരു ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് അവര് ഈ ബ്ലാക്ക് മാസ് ഗ്രൂപ്പുകൾ, സാത്താൻ വർഷിപ്പുകാരെ പല രൂപത്തിലും ഭാവത്തിലും സിനിമകളിലൂടെയും അല്ലെങ്കിൽ മറ്റ് സാംസ്കാരിക മേഖലയിലൂടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെയും പല വിധത്തിലും അവർ ഇങ്ങനെയുള്ള ക്രിസ്തുവിനെ ഇല്ലാതാക്കി മാറ്റണം. ഇത് വർഷങ്ങളായി. ഞാൻ ഏകദേശം 10-12 വർഷത്തോളം അവിടെ ബിസിനസ് ചെയ്ത വ്യക്തികളാണ്. പിന്നീടാണ് 10-20 വർഷമായി ഇപ്പം ഞാൻ ഈ ശുശ്രൂഷ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഏറ്റവും കൂടുതൽ പാപം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു സിറ്റിയാണ് നമ്മുടെ എറണാകുളം സിറ്റി. പല വിധത്തിലും വ്യഭിചാരത്തിന്റെയും മയക്കമരുന്നിന്റെയും അല്ലെങ്കിൽ പല ഗുണ്ട മേഖലകളെയും, ഒരു കാലഘട്ടം ഗുണ്ടകളെ വിളയാട്ടായിരുന്നു കൊച്ചി നഗരം. ഇപ്പൊ ഒന്ന് ശാന്തമായിട്ടുണ്ട്. പല വിധത്തിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊച്ചി നഗരത്തെ നശിപ്പിക്കാൻ വേണ്ടി ബ്ലാക്ക് മാസ്, സാത്താൻ വർഷിപ്പുകാരെ അവർ വളരെ ബുദ്ധിപരങ്ങൾ ചെയ്യുക. ഒരിക്കലും സിറ്റിക്കകത്ത് വിശുദ്ധ കുർബാന നടക്കാൻ പാടില്ല. ഈ വിശുദ്ധ കുർബാനയെ ബ്ലോക്കാക്കാൻ പല വിധത്തിലും പല തന്ത്രങ്ങളും അവർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മേ, ഹല്ലേലൂയ. എനിക്ക് തോന്നുന്ന അവർ വിജയിച്ചു തോന്നുന്നു.
ആ വിജയത്തിന്റെ ലക്ഷ്യമാണ് എന്ത് സംഭവിച്ചത്? ബസിലിക്ക പള്ളി ഇതാ പൂട്ടിയിരിക്കുക. പ്രധാനപ്പെട്ട പള്ളിയെന്ന് അവർ മാസങ്ങളോളം പൂട്ടിച്ച അവസ്ഥയിലേക്ക് എത്തി. അത് കാരണക്കാരെ നമ്മൾ പറയും ഇനി കുർബാന അങ്ങോട്ട് തിരിഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞു എന്നല്ല. ഇതിനൊക്കെ പിന്നിലെ ഒരു നിഗൂഢ ലക്ഷ്യങ്ങളുണ്ട്, ഇതിന്റെ പിന്നിലെ ശക്തമായ കരങ്ങളുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ ജെയിംസ് മീഡിയയിലൂടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് ശരിക്കും ശ്രദ്ധിച്ചു നോക്കിക്കോ. ഇതിന് പിന്നിലെ ആ കറുത്ത കരങ്ങളുണ്ട്, സാത്താൻ വർഷിപ്പുകാരുണ്ട് ഇതിനെ ഇല്ലാതാക്കാനുള്ളത്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നീട് ഞാൻ ബസിലിക്കയുടെ മുന്നിൽ നിന്ന് അങ്ങനെ നമ്മുടെ മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടായിരുന്നു. ഈ മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്റെ ദൈവമേ, എല്ലാ വർഷവും മറൈൻ ഡ്രൈവ് കൺവെൻഷൻ ആയിരങ്ങളും പതിനായിരങ്ങളും വന്ന് പങ്കെടുത്ത് ശക്തി പ്രാപിച്ച് ഒരുപാട് വ്യക്തികൾക്ക് വിടുതൽ സംഭവിച്ചുകൊണ്ട് കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന വചന പ്രഘോഷണത്തെ ഇല്ലാതാക്കി മാറ്റി. ശ്രദ്ധിച്ചോ, അവിടെ എത്ര നാളായി വചന പ്രഘോഷണം നടന്നിട്ട്? ആ മറൈൻ ഡ്രൈവ് കൺവെൻഷൻ ഇന്നിപ്പോ ഇല്ലാതായി മാറിയിരിക്കുകയാണ്, അവിടുന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മക്കളെ, ആ മറൈൻ ഡ്രൈവ് കൺവെൻഷനും ബസിലിക്ക പള്ളിയും മാത്രമല്ല പല വിധത്തില് കൺഫ്യൂഷന്റെ ആത്മാവിനെ കൊടുത്തുകൊണ്ട് ഈ എറണാകുളം സിറ്റിയെ ഇല്ലാതാക്കാൻ, ക്രൈസ്തവരെ ഭിന്നിപ്പിക്കുവാൻ, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയെ ഇല്ലാതാക്കാൻ വേണ്ടി ശക്തമായ കരമെടുത്തുകൊണ്ടിരിക്കുക. ഇതൊരു വാണിംഗായി നിങ്ങൾ കരുതിക്കോ, അല്ലെങ്കിൽ ഇതൊരു മുൻകരുതലായി നിങ്ങൾ കാണണം. ഇതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർക്കണം. നമുക്ക് ചിന്തിച്ചു, കുറെ പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്താ ഇവിടുത്തെ പ്രശ്നം തീരുന്നില്ല? പ്രശ്നം തീരണമെങ്കിൽ ഇതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ സാത്താൻ വർഷിപ്പുകാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കൊച്ചി കായലിലോ അല്ലെങ്കിൽ ഉൾക്കടലിലുള്ള ബ്ലാക്ക് മാസ് മുതല്, അല്ലെങ്കിൽ ആഡംബര ബോട്ടിലുള്ള ബ്ലാക്ക് മാസ്, അല്ലെങ്കിൽ സാത്താൻ വർഷിപ്പ്, ഇല്ലെങ്കിൽ കൊച്ചിയിലെ ആഡംബര ഹോട്ടൽ നടക്കുന്ന ബ്ലാക്ക് മാസുകള്, ഇതിനൊക്കെ തടസ്സപ്പെടുത്തുന്ന മക്കളെ, ഉപവാസവും പ്രാർത്ഥനയും ജപമാലയും ശക്തമായും നമ്മൾ മുന്നേറിയ മാത്രമാണ് ഇതിനൊക്കെ ഒരു വിടുതൽ സംഭവിക്കാൻ പോകുള്ളൂ. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് ലോക മാധ്യമങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിലും പല വിധത്തിലൊക്കെ നമ്മൾ ഇതിനൊക്കെ പേരുകൾ കൊടുക്കുമ്പോൾ മനസ്സിലാക്കിയതോ, ഇതിന് പിന്നിൽ അവന അത് തിരിച്ചറിഞ്ഞ് നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് പ്രാർത്ഥിക്കാം. ആമേൻ.